അടിപൊളിയാ? യമ്മി. പണ്ട് കാലത്തുണ്ടായിരുന്ന ഓരോ പലഹാരങ്ങൾ. പണ്ട് കാലത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുതിയാപ്പിളാരൊക്കെ വീട്ടിൽ വരുമ്പോ അമ്മായിമാരൊക്കെ ഹലോ വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പൊ ഇന്ന് സൺഡേ ആണ് കേട്ടോ. അപ്പോ നമ്മന്ന് ലീവാണ്. അപ്പൊ നമുക്ക് വീട്ടിലെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഇമ്മൊരു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ഇതിന്റെ കൂടെ കാണാം. ഇതിനെ കുറച്ച് തരികടയാണ് കേട്ടോ. ആളോട് ടൈപ്പാണ്. ഓക്കെ, അപ്പോ നമ്മ ഇന്ന് വന്നിട്ടുള്ളത് ഉമ്മാന്റെ ഒരു സ്പെഷ്യൽ ആയിട്ടാണ്. അപ്പൊ നമുക്ക് കാണാം എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് നമുക്കിന്ന് കാണാം കേട്ടോ. അപ്പൊ ഇമ്മ അതാ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇമ്മ ഇന്ന് എന്താ ഉണ്ടാക്കണേ നമ്മള്? എനിക്കൊരു മുട്ടപ്പാലാട. മുട്ടപ്പാലാട. ഇത് എന്താ ഈ മുട്ടപ്പാലാട എന്ന് പറയുമ്പോ സ്പെഷ്യൽ എന്താണ്? നമ്മൾ അത് പഴയ കാലത്തുണ്ടായിരുന്ന പണ്ട് കാലത്തുണ്ടായിരുന്ന ഓരോ പലഹാരങ്ങൾ. പണ്ട് കാലത്തില്ലേ നമ്മൾ ഈ പുതിയാപ്പിളമാരൊക്കെ വരുമ്പോ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ ഈ മുട്ടപ്പാലാട എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമ്മൾ ഇട്ടത്? മൈദപ്പൊടി, കോഴിമുട്ട. എത്ര കോഴിമുട്ട വേണം? 4 കോഴിമുട്ടയും കുറച്ച് മൈദ കേട്ടോ. മൈദപ്പൊടി കൂടാൻ പാടില്ലല്ലോ. ഈ ദോശ പോലെ നമ്മൾ കലക്കണം. ഓക്കെ, അപ്പൊ നമ്മള് 4 മുട്ട എടുത്തിട്ടുണ്ട്. അയിക്ക് നമ്മൾ എന്താ മൈദപ്പൊടി അല്ലമ്മ, മൈദപ്പൊടി ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. അപ്പൊ നിങ്ങളെല്ലാരും വീട്ടില് ട്രൈ ചെയ്ത് നോക്കുക. ഉമ്മാന്റെ എന്നാലും നമ്മള് പഴയ തള്ളാരുണ്ടാക്കണം. ഇപ്പത്തെ കുട്ടികൾക്ക് ഇങ്ങളൊക്കെ ഫുഡാണ്, പഴയ കാലത്തെ ആൾക്കാരുണ്ടാകുന്ന ഫുഡാണ് ആവശ്യം. ഇപ്പത്തെ ഫുഡിനെക്കാട്ടി നമ്മ വെറൈറ്റി ഫുഡുകൾ, അവര് കഴിക്കാത്ത ഫുഡുകൾ വരണ്ടേ. അപ്പൊ എന്ത് ചെയ്യാ, നന്നായിട്ട് ഇളക്കാം കേട്ടോ. ഈ ഒരു നല്ല ലൂസായിട്ട് വരണല്ലോ അമ്മ. നിങ്ങളെല്ലാരും ഇത് ഉണ്ടായി നോക്കണം കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈം കഴിക്കണേ. ഉമ്മ ഇങ്ങനെ ഇടയ്ക്ക് പറയലുണ്ട്, ഇങ്ങനെ സംഭവം ഉണ്ടാക്കലുണ്ട്. പണ്ട് കാലത്ത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ പുതിയാപ്പിളാരൊക്കെ വീട്ടിൽ വരുമ്പോ അമ്മായിമാരൊക്കെ ഇത് സാധനം ഉണ്ടാക്കിയിട്ടാണ് കൊടുക്കല്. അന്നത്തെ ഒരു സ്പെഷ്യൽ ഫുഡായിട്ടാണ് ഇത് ഉണ്ടാക്കി കൊടുക്കാറ് കേട്ടോ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ട്രൈ ചെയ്യാ, ഇഷ്ടപ്പെടുവായിരിക്കും. ഞാനൊന്ന് കഴിച്ചോട്ടെ കേട്ടോ, എങ്ങനെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഉമ്മ ഇങ്ങനെ പറയാന്നുള്ളതാണ്, എനിക്ക് ഇതുവരെ ഉണ്ടായി തന്നിട്ടില്ല. അപ്പൊ ഇന്ന് ഞാൻ ഉമ്മനെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. അപ്പൊ നമുക്ക് എനിക്ക് തേങ്ങ ഒക്കെ വേണം. അപ്പൊ താത്ത തേങ്ങ ചിരകാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പൊ നമുക്ക് ഇത് നോക്കാം കേട്ടോ, എങ്ങനെ ഇനിയുള്ള സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ള നമുക്ക് അറിയാം. നമ്മള് തേങ്ങ വേണം കേട്ടോ ഇതിക്ക്. ഇത് ലാസ്റ്റ് തേങ്ങ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഫുള്ളായിട്ട് കാണാം, അതിന്റെ ഓരോ സ്റ്റെപ്പുകളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും കേട്ടോ, അതെങ്ങനെ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. അപ്പോ നമുക്കിവിടെ ഈ ഒരു രീതിയിൽ മാറ്റിയെടുക്കാം. അധികം മൈദ ഇടരുത്. നമുക്ക് കുറച്ച് ലൂസ് ടൈപ്പിലാണ് ഇതിന്റെ ഇത് വേണ്ടല്ലമ്മ. ദോശയുടെ രൂപത്തില് ദോശമാവ് ഉണ്ടാക്കുമല്ലോ, അതേ രൂപത്തിലാണ് നമുക്ക് എന്ത് വേണ്ടത്, ഈ ഒരു മാവ് വേണ്ടത്. ഇത് സംഭവം റിച്ചോ നോക്ക്, ഈ എന്താണ് നോക്കണം. ഞങ്ങളെ പുതിയാപ്പിള ഒന്ന് ഇപ്പൊ റിച്ച് ആണ്. അപ്പൊ റിച്ചിന് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കി കൊടുക്കുന്നത്. നീക്ക് എന്താ എനിക്ക് മടി, നീക്ക്. അപ്പൊ കോഴിമുട്ട, അതുപോലെ മൈദപ്പൊടി, ഉപ്പ് ഇട്ടാ അത് മാത്രം വെച്ചിട്ട് നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുക. എന്നിട്ട് നമ്മൾ ദോശ പോലെ ചുടാണ് ചെയ്യുന്നത് കേട്ടോ. നമുക്ക് കാണാം. ഇമ്മ ഇതെങ്ങനെ നിങ്ങൾ പഠിച്ചത്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായത്? പണ്ടൊക്കെ എന്റെ അളിയാങ്കൊക്കെ വിരുന്ന് വരുമ്പോഴേ വല്യമ്മ ഞങ്ങളവിടെ പണിയെടുക്കാനുള്ള തള്ളാരൊക്കെ ഉണ്ടായിരുന്നു. ഈ കുർത്താസാന്ന് പറയും പാലക്കാട്ടിലെ. അപ്പൊ അതിങ്ങനെ ഉണ്ടാക്കും. അന്നൊക്കെ ഞങ്ങളൊക്കെ ചെറുതാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന് കണ്ടു പഠിച്ചതാ. വേറെ എന്തായാലും ഇതിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും, എനിക്കറിയില്ലട്ടാ. യൂട്യൂബൊക്കെ പ്രായത്തിൽ ഇങ്ങനെ കാണുന്നതാ. അതല്ല, നിങ്ങളെ അളിയൻ വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു വിഭവമാണിത്. നിങ്ങളെ വീട്ടില് പണിയെടുക്കുന്ന താത്താരൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണല്ലേ. കുറച്ചുകൂടി ഇട്ടാണ്. അപ്പൊ നമ്മളിവിടെ തേങ്ങയിലൂടെ പഞ്ചസാര ഇടണം കേട്ടോ. ഇത് മിക്സ് ചെയ്ത് വെക്കുമ്പോ ചെയ്യാം. തേങ്ങ പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്ത് വെക്കാം. ഓക്കെ, ഇതിന് മുട്ടപ്പാലാട അല്ലേ ഇതിന്റെ പേര്? മുട്ടപ്പാലാട എന്നാണ് നമ്മുടെ ഒരു വിഭവത്തിന്റെ പേര് കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാ, ഈ പാന് ചൂടായതിനു ശേഷം നമ്മളത് ദോശ പോലെ ചുട്ടെടുക്കല്ലമ്മ, അങ്ങനല്ലേ? ഇമ്മന്ന് കണ്ടു പഠിച്ചോണ്ട് അന്ന് ഉണ്ടാക്കിയ ഒരു വിഭവം ഞങ്ങൾക്ക് ഇത് ഒരു പക്ഷെ ഇത് പല സ്ഥലങ്ങളിലും ഉണ്ടാക്കുന്നൊക്കെ ഉണ്ടാവും അല്ലേ, പക്ഷെ നമ്മളങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ആ ഒരു ഇത് ദോശ പോലെ ഇതുപോലെ നമ്മൾ ചുട്ടെടുക്കുക കേട്ടോ. നമ്മളൊന്ന് വെന്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മറിച്ചിടുക കേട്ടോ, മറിച്ചിട്ട് വേവിക്കാം. അപ്പൊ നമ്മ ഏകദേശം കുറച്ച് ദോശ ആയിട്ടുണ്ട് കേട്ടോ.
അപ്പൊ ഇത് താത്ത ഇപ്പൊ ഓൾറെഡി ഒരു വർക്കിന് പോകുന്നുണ്ട് കേട്ടോ. ആക്ച്വലി എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കപ്പിൾസ് ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അവര് പേര് വെച്ചിട്ട്, അതുപോലെ നമ്മ ബെഡ്ഷീറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവരുടെ പേര് വെച്ചിട്ട് കപ്പിൾസിന്റെ പേര് വെച്ചിട്ട് റെഡി ആയി കൊടുക്കും. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഞാനിതിൽ ഇവരുടെ പേജ് ഞാൻ മെൻഷൻ ആക്കുന്നുണ്ട്. അപ്പൊ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. കപ്പിൾ മുസല്ല അല്ലേ, കപ്പിൾ മുസല്ല, അതുപോലെ കപ്പിൾസ് ഡ്രസ്സ്, പിന്നെ പർദാസ്, ബർത്ത്ഡേ ഹാമ്പർ രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചെറിയ വിലക്ക് തന്നെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത്, ഇപ്പൊ കല്യാണത്തിനൊക്കെ നിങ്ങൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കാം. അതുപോലെ ബർത്ത്ഡേ പാർട്ടി അങ്ങനെയുള്ള ആനിവേഴ്സറി അതിനൊക്കെ കൊടുക്കാം അല്ലേ. അപ്പോ നിങ്ങൾക്ക് ഇവരുടെ പേജ് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഇവരുടെ പേജിന്റെ ഇൻസ്റ്റാഗ്രാമിന്റെ പേജ് നെയിം ഞാൻ ഇതിൽ മെൻഷൻ ആക്കാം കേട്ടോ. അപ്പോ എന്താ പറയാ, നിങ്ങളെ കമ്പനിയെ കുറിച്ചിട്ട് എന്താ നിങ്ങക്ക് പറയാനുള്ളത്? നിങ്ങക്ക് വേണ്ടേ സെയിൽ നടക്കണ്ടേ? പറയേ. ഓക്കെ, അപ്പൊ നിങ്ങൾ എല്ലാരും ഒന്ന് നോക്കാട്ടോ. ഇൻസ്റ്റാഗ്രാം പേജൊക്കെ വേണ്ടവരൊക്കെ ഒന്ന് ഫോളോ ആക്കിയിട്ട് ഓർഡർ ചെയ്യാട്ടോ. അപ്പൊ എന്താ നമ്മുടെ ദോശകളൊക്കെ കഴിഞ്ഞു, ഏകദേശം കഴിഞ്ഞു അല്ലെ. അപ്പൊ നമ്മുടെ ഇമ്മാന്റെ സ്പെഷ്യൽ മുട്ടപ്പാലട നമുക്ക് കഴിച്ചു നോക്കാം, എന്താ പാടെന്ന് അറിയാം. നമ്മ കൊറേ ദിവസമായി മുട്ടപ്പാലാട കഥകൾ ഇങ്ങനെ പറയും. അത് പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഇങ്ങനെ ഓരോ ഫുഡുകൾ, വെറൈറ്റി ഫുഡ്, നമ്മള് കാണാത്ത ഫുഡിന്റെ പേരൊക്കെ ഉമ്മ ഓരോന്ന് പറയും. ഞമ്മക്കറിയില്ലല്ലോ, അപ്പൊ നമുക്ക് തിന്നാൻ പൂതിയാവൂലേ. അപ്പൊ ഉമ്മ ഉണ്ടാക്കി തരണ്ടേ അല്ലേ, അങ്ങനെ തന്നെയല്ലേ. അപ്പൊ ഏകദേശം ഞങ്ങള് ചുട്ടു കഴിഞ്ഞു കേട്ടോ. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് അനക്കില്ല ഇച്ചിന്നെ തല്ലിക്കണ്, അനക്കില്ല ഇച്ചിന്റെ മൂട്ടിന് ചവിട്ടിക്കണ്, എനിക്കില്ല. അപ്പൊ നമ്മൾ ലാസ്റ്റ് ദോശം കൂടെ ചുട്ടെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇമ്മ ഈ തേങ്ങ ഒക്കെ എടുത്തോണ്ട് പോണത്, ആ പോയി ഈ തേങ്ങ ഒക്കെ എടുത്തോണ്ട് ഓനക്ക് കൊടുക്കണ്ട, എനിക്കില്ല. തേങ്ങ പഞ്ചസാര നമ്മൾ മിക്സ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ റോൾ ചെയ്ത് വെക്കാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഈ തേങ്ങ ഇതിലോട്ട് ഇങ്ങനെ കൊടുക്കലമ്മ നീളത്തിലല്ലേ, എന്നിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് മടക്കുക. ഉണ്ടാക്കാൻ മടിയൊന്നുമില്ല, അതെ, സിമ്പിളാണ് പരിപാടിയാണ് കേട്ടോ. അപ്പൊ ആർക്കും ഉണ്ടാക്കി നോക്കാം. അതുപോലെ നമ്മൾ റോൾ ചെയ്തിട്ട് ഒക്കെ പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് കേട്ടോ. അണ്ടിപ്പരിപ്പും ഏലക്ക പൊടിച്ചതൊക്കെ വേണമെങ്കിൽ ഇടാം കേട്ടോ. അതിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടും. ഇപ്പൊ ഞങ്ങള് പെട്ടെന്ന് ഉണ്ടാക്കിയ സംഭവമാണ്, ഞാൻ തൊയിരം കൊടുക്കാനിട്ട്. കൊടുക്കാത്തൊരു കുട്ടിയാണ്, ഒന്നും പറയാൻ. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുമ്പോഴോ, പൊന്നാരി ചങ്ങായിമാരെ, ഇവിടെ ഉള്ളൊരു സാധനം അവിടെ വെക്കാം, അപ്പൊ എടുത്ത് മണ്ടി തിന്നു. എന്താ ചെയ്യാ? എന്നാലും കുറച്ചും കൂടി ടീസന്റ് ചെയ്യുന്നില്ല ഞാനിമ്മ. അതെ കണ്ടോ, അന്നക്കടെ ചുണ്ട് പൊള്ളിയതോ ചീനച്ചട്ടി കൊണ്ട് എടുത്ത് വെച്ചിട്ടുള്ളൂ, എന്തോ പോയിക്കിട്ട് അങ്ങനെ എത്തി നോക്കാം. എന്നിട്ടായി 3 വയസ്സോ 4 വയസ്സായിട്ട് എത്തി നോക്കിയപ്പോ എത്തിയാലോ ചുണ്ടുപൊള്ളി. ഇതിപ്പോ ഇക്കുള്ള തന്നെ ഉള്ളല്ലോ ഉമ്മക്കെ തിന്ന് മടുത്താളായി. നമ്മളിവിടെ തേങ്ങയും പഞ്ചസാരൊക്കെ ഫില്ല് ചെയ്തിട്ടുള്ള ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയാൻ തിന്നലാണ്. ഞാൻ തിന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം. നമ്മുടെ മുട്ടപ്പാലാട റെഡി ആയിട്ടുണ്ട്, കഴിച്ചിട്ട് ടേസ്റ്റ് നോക്കാം കേട്ടോ. കഴിക്ക് അവിടെ ഇരുന്ന് കഴിക്ക്. ആ പോണ ഇത് പിടിച്ചോ. കഴിച്ച അടിപൊളിയാ, യമ്മി, ടേസ്റ്റി. എങ്ങനെയുണ്ട്, രസമുണ്ടോ? എങ്ങനെയുണ്ടെന്നു? അടിപൊളിയാ, ഉമ്മാന്റെ സ്പെഷ്യലാ, പണ്ട് ഉണ്ടാക്കിയതാ. കഴിക്ക് വാ. എനിക്ക് ഓർഡർ കിട്ടണമെന്നുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് അഭിപ്രായം പറയണം. ലുമി ലൈവില് ഓർഡർ വരണ്ടേ കപ്പിൾ ഡ്രസ്സിന്? എന്നാ കഴിച്ചിട്ട് അഭിപ്രായം പറയ്. ഞാൻ കഴിച്ചുട്ടോ, കുഴപ്പമൊന്നുമില്ല, ടേസ്റ്റ് ഉണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും ഉണ്ടായി നോക്കാം. അപ്പൊ പുതിയൊരു വിഭവമായിട്ട് ഞങ്ങള് വീണ്ടും വരുന്നതാണല്ലോ. ഉമ്മ ടാറ്റ പറയും.
ഇങ്ങോട്ട് നോക്കി ടാറ്റാ. അപ്പൊ പുതിയൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരാം. അപ്പൊ അതിലേക്കും ബൈ.